ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമ ഒട്ടിട്ട് റിലീസ് ചെയ്തു. ആ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ദ സീക്രട്ട് ഓഫ് വിമൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രജസ് തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ നായകനും പിന്നെ സിനിമയിലെ നായികയും ഒരു ബോട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്തായാലും കാലിൽ കൂടെയുള്ള ബോട്ടിൽ പിന്നെ യാത്ര ചെയ്യായിരിക്കും. നായകന് പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ കാലിലേക്ക് എടുത്ത് ചാടുകയാണ്. അതുകൊണ്ട് നായിക രക്ഷിക്കാൻ ചാടും. അപ്പോൾ നായകനെ രക്ഷിക്കും. വേറൊരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മുടെ നായിക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നായികയുടെ ഫ്ലാറ്റിൽ ഒരു കള്ളൻ കയറിയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ദ സീക്രട്ട് ഓഫ് വിമൺ എന്നാണ് ഈ ഒരു സംഭവം. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എന്നിലെ പ്രേക്ഷകർ എനിക്ക് സത്യം പറയാൻ വലിയ രീതിയിലൊരു കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇമോഷണലി കണക്റ്റ് ആവാത്ത രീതിയിൽ എനിക്ക് ഇമോഷണലി കണക്റ്റ് ആയില്ല എന്നുള്ളതാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള നിരഞ്ജന അനൂപ്, അജു വർഗീസ് ഉണ്ട് കേട്ടോ, ശ്രീകാന്ത് മുരളി, മിഥുൻ വേണുഗോപാൽ, സുമാദേവി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രജസനാണ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ക്യാമറ വർക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ നല്ലതുണ്ടായി. ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെ ചെയ്ത സംഭവമാണ്. പിന്നെ അജു വർഗീസിൻ്റെ കഥാപാത്രം ശരിക്കും ഒരു കോമഡിയെ പോലെ തോന്നിയിരിക്കും. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഇമോഷണലി ആയിട്ട് വലിയൊരു കണക്റ്റ് ആയില്ല. ആ ഒരു രീതിയിലാണ് ഈ സിനിമയുടെ ഒരു റൈറ്റിംഗ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. ആ രീതിയിലാണ് എനിക്കൊരു ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞത്. റൈറ്റിംഗ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നതാണ് എൻ്റെ ഒരു ഫീൽ എന്നുള്ളത്. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സംഭവം തന്നെയാണ്. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും കിട്ടിയ റോളുകൾ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ടെക്നിക്കലി നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉള്ള ടെക്നിക്കലി ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെ ചെയ്ത ഒരു സിനിമയാണ് പിന്നെ സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ തിയേറ്ററിൽ പിന്നെ പരാജയപ്പെട്ടൊരു സിനിമയാണ്. സൺനെക്സ്റ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കണ്ടു നോക്കാം. 1 മണിക്കൂർ 34 മിനിറ്റ് സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. കുറഞ്ഞ ഡ്യൂറേഷൻ സിനിമയ്ക്ക് ഉള്ളൂ എന്നുള്ളതാണ് ഒരു വലിയൊരു പോസിറ്റീവ് എന്നുള്ളത്. പിന്നെ എൻഗേജിങ് ആയി നിർത്തുകൊണ്ടോ ചോദിച്ചാൽ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്ത് സംഭവിക്കും, അതാര് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. ആ രീതിയിലാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് ദ സീക്രട്ട് ഓഫ് വിമൺ എന്ന് പറഞ്ഞ ഈ സിനിമ. എന്തായാലും കണ്ടു നോക്കുക. സൺനെക്സ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.